റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയിൽ ചോദ്യങ്ങളൊക്കെ എങ്ങനെ വരും, അതൊക്കെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ളൊരു വീഡിയോ ആണിത്. ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഏകദേശം 1000-ഓളം വീഡിയോകളും അടങ്ങിയ ഒരു ചാനലാണ് നമ്മുടേത്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിരവധി ചോദ്യപേപ്പറുകൾ അടങ്ങിയ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം. ഈ വീഡിയോയിൽ 4ാം ക്ലാസ്സിലെ തദ്രീബു തിലാവ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ആദ്യമായിട്ട് വന്നിട്ടുള്ള ആക്ടിവിറ്റി കണ്ടെത്താം എന്നാണ്. താഴെ കുറച്ച് ഉദാഹരണങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ അതിൻ്റെ സൈഡിലൊരു ബോക്സിൽ മദ്ദുകളെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഉദാഹരണങ്ങളിലുള്ള മദ്ദുകൾ ഏതാണ് എന്ന് കണ്ടെത്തിങ്ങാണ്ട് ഇവിടെ എഴുതി കൊടുക്കാനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് വസവാഉൻ അലൈഹിം എന്നാണ്. ഇവിടെ മദ് ഏതൊക്കെയുള്ളത്? മദ് ലാസിം കൊടുത്തിരിക്കുന്നത്, മദ് ആരിൽ, മദ് മുദ്ദസിൽ, മദ് ലീന്, മദ് മുൻഫസിൽ. അപ്പോൾ നമ്മൾ പഠിച്ച മദ്ദുകളൊക്കെ ഒരുവിധം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ വസവാഉൻ അലൈഹിം എന്നുള്ളതിൽ മദ് ഏതാണ്? ഇവിടെ നോക്കൂ, മദ്ദക്ഷരം ഇവിടെ ഉണ്ട്. മദ്ദക്ഷര അലിഫ് ഇവിടെ ഉണ്ട്. അതിന് ശേഷം ഹംസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ഥലം, മദ്ദിൻ്റെ സ്ഥലം ഇതാണ്. മദ്ദക്ഷരവും ഹംസും ഒരേ പദത്തിൽ വസവാ എന്നുള്ള ഒറ്റ പദത്തിൽ വന്നാൽ ആ മദ്ദിന് പറയുന്ന പേര് മദ് മുത്തസിലാണ് അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്കിവിടെ മദ് മുത്തസിൽ എന്ന് എഴുതാം. മദ് മുത്തസിൽ. മദ്ദക്ഷരത്തിന് ശേഷം പിന്നെ ഹംസ വന്നാൽ മദ് മുത്തസിലാവാം അല്ലെങ്കിൽ മുൻഫസിലാവാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ മദ്ദക്ഷരവും ഹംസയും ഒറ്റ പദത്തിലാണ് വന്നതെങ്കിൽ മുത്തസിലാണ്. പിന്നെ അത് മദ്ദക്ഷരം ഒരു പദത്തിലും തൊട്ടടുത്ത പദത്തിൻ്റെ തുടക്കത്തിൽ ഹംസയാണ് വന്നതെങ്കിൽ അത് മുൻഫസിലാണ്. രണ്ടാമത്തെ നോക്കൂ, അലാ അഫ്വാഹിഹിം എന്നാണ്. ഇവിടെ അല എന്നുള്ളതിൽ മദ്ദക്ഷര ഇവിടെ യാ ഉണ്ട്. ശേഷം ഹംസ് അടുത്ത പദത്തിലാണ്. ഈ യാവും തൊട്ട് വന്ന ഹംസ അടുത്ത പദത്തിലുമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ അത് മദ് മുൻഫസിലാണ്. ഇവിടെ മുൻഫസിൽ എന്നുണ്ട്, ഇതാണ് രണ്ടാമത്തേത്. അപ്പോൾ നമുക്കിവിടെ മദ് മുൻഫസിൽ എന്ന് എഴുതാം. ഇതൊക്കെ സിമ്പിളാണ്. കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ നമുക്ക് ഉദാഹരണങ്ങൾ കണ്ടാൽ തന്നെ സിമ്പിളായിട്ട് കണ്ടെത്താൻ സാധിക്കും. ഇനി മൂന്നാമത്തേത് ആൽ ആന എന്നാണ്. ആൽ ആൻ അല്ലേ? ഇവിടെ എന്താണ്? മദ്ദക്ഷര ഇവിടെ ആ കഴിഞ്ഞിട്ട് അലിഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മദ്ദക്ഷരം എന്ന് പറഞ്ഞാൽ അലിഫ് വാവ് യ ആണല്ലോ. അതിന് ശേഷം വന്നിട്ടുള്ളത് സുക്കൂനാണ് അല്ലേ? സുക്കൂന്. മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് വന്നാൽ അത് സ്ഥിരമായിട്ടാണെങ്കിൽ മദ് ലാസിമാണ്, താൽക്കാലികമാണെങ്കിൽ മദ് ആരിലാണ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ മദ് ലാസിമാണ്. ഇതാണ് മൂന്നാമത്തത്, മദ് ലാസിം. ഇനി നാലാമത്തത് ഹുമുൽ മുത്തഖൂൻ. ഇവിടെ നോക്കൂ, മദ്ദക്ഷര വാവാണ്. അതിന് ശേഷം സുക്കൂന് വന്നിട്ടില്ല. പക്ഷെ നമ്മളിവിടെ വഖഫ് ചെയ്യുമ്പോൾ മുത്തഖൂൻ എന്നല്ല പറയാം. വഖഫ് ചെയ്യുമ്പോഴാണ് ഇവിടെ സുക്കൂന് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു മദ് വരുന്നുണ്ട്. താൽക്കാലികമുള്ള മദ്ദാണ്, എപ്പോഴും ഉണ്ടാവില്ല. സുക്കൂന് ചെയ്യുമ്പോഴേ വഖഫ് ചെയ്യുമ്പോഴേ അവിടെ ആ സുക്കൂന് വരുള്ളൂ. അങ്ങനത്തെ മദ്ദിന് പറയുന്ന പേരാണ് മദ് ആരിൽ എന്ന്. ഇതാണ് നാലാമത്തേത്, മദ് ആരിൽ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ലാസിമും ആരിലും തമ്മിലുള്ള വ്യത്യാസം. ലാസിമ് സ്ഥിരമായ മദ്ദാണ്, ഈ മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് വരണം. അപ്പോൾ അത് സ്ഥിരമാണെങ്കിൽ ലാസിമാണ്. പിന്നെ മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് എന്നത് വഖഫിലാണെങ്കിൽ അത് ആരിലാണ് എന്നർത്ഥം. അഞ്ചാമത്തത് മിൻ ഖൗഫിൻ എന്നാണ്. മിൻ ഖൗഫിൻ. അവിടെ നമ്മൾ നിർത്തുമ്പോൾ അങ്ങനെ പറയും, മിൻ ഖൗഫ് എന്നാണ് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഫതഹിന് ശേഷം ഫതഹിന് ശേഷം ലീനിൻ്റെ അക്ഷരങ്ങൾ വന്നാൽ, ലീനിൻ്റെ അക്ഷരം ഏതാണ്? വാവ് യാ. അങ്ങനെ ആ വാവോ യാ വന്നാൽ അവിടെ പറയുന്ന മദ്ദിൻ്റെ പേര് മദ് ലീൻ എന്നാണ്. മദ് ലീൻ.
സിമ്പിളാണ്. അപ്പോൾ നമ്മളൊന്നും കൂടി നോക്കാം. മുത്തസിൽ എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരം അല്ലേ, അലിഫ് അല്ലെങ്കിൽ യാ അല്ലെങ്കിൽ വാവ്, ഇതിലേതെങ്കിലും ഒന്ന് വന്നു, ശേഷം ഹംസ് വന്നു. പക്ഷെ അതെന്താണ്, ഒക്കെ ഒരു പദത്തിലാണെങ്കിൽ മദ് മുത്തസിലാണെന്ന് മനസ്സിലാക്കുക. മദ്ദക്ഷരം ഞാൻ ഇവിടെ ജസ്റ്റ് ചെയ്താണ്, മദ്ദക്ഷരം ഏതോ ആവാം, അലിഫോ വാവോ യാ ഏത് വന്നാലും അതിന് ശേഷം ഹംസ് വന്നു, അതൊറ്റ പദത്തിലാണ് എങ്കിൽ മദ് മുത്തസിലാണ്. ഇനി മദ്ദക്ഷരം വന്നു, പിന്നെ ശേഷം ഹംസ് വന്നത് രണ്ടും രണ്ട് പദത്തിലാണ്, മദ്ദക്ഷരം ഒരു കൊടുത്ത് ഹംസ് അടുത്ത പദത്തിൻ്റെ തുടക്കത്തിലാണെങ്കിൽ അത് മദ് എന്താണ്, മുൻഫസിലാണ്. ഇനി ലാസിമ് പറഞ്ഞാൽ ഈ ഒരു പദം തന്നെ ഉള്ളത് മദ്ദക്ഷരം, അതിന് ശേഷം സുക്കൂന് വന്നത് സ്ഥിരമായിട്ടാണെങ്കിൽ അഥവാ അതെപ്പോഴും ഉള്ളത് തന്നെയാണ്, അതിൽ ഈ വാക്ക് തന്നെ ഉള്ളൂ, ആൻ എന്നുള്ള വാക്ക് തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ അത് ലാസിമാണ്. ഇനി അതേപോലെ തന്നെ മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് വന്നു, പക്ഷെ അത് താൽക്കാലികമാണ്, വഖഫിലാണ് വരുന്നത്. ആ വഖഫ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയാലും മതി. വഖഫ് ചെയ്യുമ്പോഴാണ് അവിടെ വരുള്ളൂ, ഈ സുക്കൂന് വരുള്ളൂ. ഹുമുൽ മുത്തഖൂന എന്നാണ് പറയുക കൂട്ടി ഒതുമ്പോൾ. വഖഫ് ചെയ്യുമ്പോഴാണ് ഹുമുൽ മുത്തഖൂന്ന് വരിക, അപ്പോഴാണ് സുക്കൂന് വരുള്ളൂ. അപ്പോൾ അതെന്താണ്, മദ് ആരിലാണ്. ഇനി ലീൻ എന്ന് പറഞ്ഞാലോ ഫത്തഹിന് ശേഷം ഒരക്ഷരം വന്ന് അതിൽ ഏതക്ഷരം ആവാം, അതിന് ഫത്തഹിന് ശേഷം വാവ് അല്ലെങ്കിൽ യാ, അതിന് സുക്കൂനായിട്ട് വരുന്ന സമയത്ത് ആ മദ്ദിൻ്റെ പേരാണ് മദ് ലീൻ. അപ്പോൾ ഏത് ഉദാഹരണം വന്നാലും ഈ കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ ആ മദ് ഏതാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. ഇനി അടുത്തൊരു വർക്ക് ഇവിടെ വന്നിട്ടുള്ളത് നോക്കൂ, ഉദാഹരണം എഴുതാം എന്നാണ്. രണ്ടാമത്തത് ഉദാഹരണം എഴുതാം. ഇവിടെ എന്തിൻ്റെ ഉദാഹരണമാണ് എഴുതേണ്ടതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നും വായിച്ചു നോക്കിയിട്ട് നമുക്ക് ഉദാഹരണം എഴുതാം. ഉദാഹരണം എഴുതുമ്പോൾ ഖുർആനിലുള്ള ഈ നിയമം അനുസൃതമായിട്ടുള്ള ഏത് ഉദാഹരണം നിങ്ങൾക്ക് എഴുതാം. ഞാനിവിടെ പുസ്തകത്തിലുള്ളത് മാത്രമാണ് പറയുന്നത്, ഖുർആനിലെ ഏതും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഒന്നാമത്തത് ഇവിടെ അസ്ലിയായ മദ്. അസ്ലിയായ മദ് എന്ന് പറഞ്ഞാൽ ഫത്തഹ് കസ്റും ഇതിനൊക്കെ സാധാരണ നീട്ടാൻ ഉപയോഗിക്കുന്നതാണല്ലോ അസ്ലിയായ മദ്. അതിന് ഉദാഹരണം നമ്മൾ ഞാൻ 3 എഴുതുന്നുണ്ട്, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇവിടെ കാല, ഇപ്പോൾ അതിൽ ഈ ഫത്തഹ് ഈ ഹർക്കത്തിന് നമ്മൾ അലിഫ് കൊണ്ട് നീട്ടി. പിന്നെ ഖീല, അത് 3 പഠിച്ചിട്ടുള്ളത്, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഞാൻ ജസ്റ്റ് അത് എഴുതി തരുന്നു മാത്രം. ഇവിടെ കെസറുണ്ട്, ഈ കെസറിനെ യാ കൊണ്ട് നീട്ടി ഖീല. പിന്നെ ഖൂലു, ഈ 3 നമ്മൾ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ ലൊമ്മിനെ വാവ് കൊണ്ട് നീട്ടി. അപ്പോൾ ഫത്തഹിനെ നീട്ടാനുള്ള അലിഫ്, കസറിനെ നീട്ടാനുള്ള യാ, ലൊമ്മിനെ നീട്ടാനുള്ള വാവ്, ഇങ്ങനെ സാധാരണ നീട്ടുന്ന മദ്ദുകളാണ് മദ് അസ്ലി. അതിന് സിമ്പിളായിട്ട് ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ, നമ്മൾ ഒരു ആയത്ത് ഓതുമ്പോൾ തന്നെ അതിൽ തന്നെ ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ വരും. ഈ കാലിയും കീലിയും കൂലും മാത്രമൊന്നുമല്ല എഴുതേണ്ടത്, ഏതും എഴുതാം. ഖുർആനിലുള്ളത് ഏതും നമുക്ക് എഴുതാം. രണ്ടാമത്തത് റായിനെ തർക്കീക്ക് ചെയ്തതിന്. റായിനെ തർക്കീക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ റായിന് കെസർ വന്നാലാണ് തർക്കീക്ക് അല്ലേ. റായിന് ഫത്തഹോ ലൊമ്മോ വന്നാൽ തഫ്ഹീം, റാ എന്നുള്ള സൗണ്ട് വരണം. പിന്നെ റായിന് കെസറാണ് വരുന്നതെങ്കിൽ അതിന് തർക്കീക്ക് രി എന്നുള്ളൊരു സൗണ്ട് വരും. അപ്പോൾ അതിനിവിടെ ഒരു ഉദാഹരണം പുസ്തകത്തിലുള്ള, അഥവാ 25-ാമത്തെ പേജിലുള്ള ഒരു ഉദാഹരണം ഞാൻ എഴുതാണ്. അൽ മുജ്രിമൂൻ എന്നാണ്. ഇത് മാത്രമൊന്നുമല്ല, ഏതും നിങ്ങൾക്ക് എഴുതാം. അഥവാ റായിന് കെസർ വരുന്ന ഏതും നിങ്ങൾക്ക് എഴുതാം. അൽ മുജ്രിമൂൻ. അപ്പോൾ റായിന് തർക്കീക്ക് ചെയ്തൊരു ഉദാഹരണം ഇവിടെ എഴുതിയിട്ടുണ്ട്. റായിന് കെസർ വന്നത് ഏതോ എഴുതാം എന്നർത്ഥം. തഫ്ഹീമാണെങ്കിൽ ഫത്തഹും ലൊമ്മും വന്നത് എഴുതാം. മൂന്നാമത്തത് ജലാലത്തിൻ്റെ ഇസ്മിനെ തഫ്ഹീം ചെയ്തതിനാണ്. ജലാലത്തിൻ്റെ ഇസ്മ പറഞ്ഞാൽ അള്ളാഹ് എന്നുള്ളതിൽ ആ ഇസ്താണല്ലോ ജലാലത്തിൻ്റെ ഇസ്മ, ഇതിനെ തഫ്ഹീം ചെയ്തതിനാണ്. അപ്പോൾ ജലാലത്തിൻ്റെ ഇസ്മ വരുമ്പോൾ തഫ്ഹീം ചെയ്യാന്ന് പറഞ്ഞാൽ ജലാലത്തിൻ്റെ ഇസ്മായി അള്ളാഹ് എന്നുള്ള അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന്, ഇവിടെ ഏത് അക്ഷരമോ അതിന് ഫത്തഹോ ലൊമ്മോ വന്നാൽ അവിടെ തഫ്ഹീമാണ് വരിക, അഥവാ അള്ളാ എന്നുള്ള സൗണ്ട് വരും. ഇനി ഈ അള്ളാഹ് എന്നുള്ള ജലാലത്തിൻ്റെ ഇസ്മിൻ്റെ മുമ്പത്തെ അക്ഷരത്തിന് കെസറാണെങ്കിൽ അവിടെ തർക്കീക്കാണ്, അവിടെ ല എന്നുള്ള സൗണ്ടാണ് വരിക, ഇല്ല ഈ സൗണ്ടാണ് വരിക.
മറ്റേത് മലയാളത്തിൽ കറക്റ്റ് കിട്ടൂല എങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി തരാം, അല്ലാ എന്നുള്ള ആ സൗണ്ടാണ് വരിക. അപ്പോൾ ജലാലത്തിൻ്റെ ഇസ്മിനെ തഫ്ഹീം ചെയ്തതിന് ഉദാഹരണം എന്ത് ചെയ്താ, വല്ലാഹി അത് എഴുതാം അല്ലേ. വല്ലാഹി ഇതാ ജലാലത്തിൻ്റെ ഇസ്മ അല്ലാ എന്നുള്ളതാ. അതിൻ്റെ മുമ്പ് ഫത്ത്, അതിൻ്റെ മുമ്പത്തെ അക്ഷരത്തിന് ഫത്തഹ് വന്നു, അപ്പോൾ അത് എഴുതാം. ഇനി വേറെ ആണെങ്കിൽ ഹക്കുല്ലാഹി അത് എഴുതാം. ഹക്കുല്ലാഹി എന്നുള്ളിടത്ത് അല്ലാ എന്നുള്ളതിൻ്റെ തൊട്ട് മുമ്പ് ആ ഖാഫിന് ലൊമ്മ വന്നല്ലോ. അപ്പോൾ അതാണ് ജലാലത്തിൻ്റെ ഇസ്മിനെ തഫ്ഹീം ചെയ്തതിന് ഉദാഹരണം. ഇനി നാലാമത്തത് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങളിൽ ബാ വന്നതിന്. കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ പറഞ്ഞാൽ കുത്തുബ്ജദാണ്. ഖാഫ്, ത്വാ, ബാ, ജീം, ദാൽ. ഇതിന് അതിൽ ബാ വന്നതിന് ഉദാഹരണമാണ്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഇതാണ് മുബ്സിറ പുസ്തകത്തിലുള്ളത്, 17ാമത്തെ പേജിലുണ്ട്. മുബ്സിറ ബാ വന്നാൽ പോരാ, അതിന് സുക്കൂന് വരണം. അപ്പോഴാണല്ലോ കുത്തുബ്ജദ് ആ കൽക്കലത്ത് വരുള്ളൂ. എന്താ ബാഇന് സുക്കൂന് വന്നു, അപ്പോൾ മുബ്സിറ പറ്റും. ഇനി അഞ്ചാമത്തത് ഇസ്തിലാഇൻ്റെ അക്ഷരങ്ങളിൽ സ്വാദ് വന്നതിന് ഉദാഹരണം. ഇസ്തിലാഇൻ്റെ അക്ഷരങ്ങൾ ഹുസ്വ, ലിഖത്തിൻ, ഖിൽ, ആ 7 അക്ഷരങ്ങളാണ് അല്ലേ. അതിൽ പിന്നെ സ്വാദ് വന്നതിന് ഉദാഹരണം, ഏതക്ഷരം വന്നതിന് ഉദാഹരണം എഴുതിയാലും ചോദിച്ചാലും അത് എഴുതണം. ഇവിടെ വലഖദ് വസ്വൽന എന്നാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. പുസ്തകത്തിലുള്ള തന്നെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഖുർആനിലുള്ളത് ഏത് എഴുതാം, എന്താ സ്വാദ്. ഇതിവിടെ സുക്കൂന് വരണമെന്നൊന്നുമില്ല, ശ്രദ്ധിക്കുക. ഇസ്തിലാഇൻ്റെ അക്ഷരങ്ങൾക്ക് സുക്കൂന് വരണമെന്നൊന്നുമില്ല. അത് ഖുസ്വലിൻ ഖിൽ, അതിൽ ഏതക്ഷരത്തിനും നമുക്ക് ഉദാഹരണങ്ങൾ എഴുതാം. എന്നാൽ കൽക്കലത്തിൻ്റെ കുത്തുബ് ജദ് ആ 5 അക്ഷരങ്ങൾ വരുമ്പോൾ അതിൽ സുക്കൂന് വരുന്ന ഉദാഹരണം തന്നെ എഴുതണം. ഇവിടെ ബാ വന്നതിന് മുബ്സിറ എന്ന് ഉദാഹരണം എഴുതിയിട്ടുണ്ട്. പിന്നെ ഇസ്തിലാഇൻ്റെ അക്ഷരങ്ങളിൽ സ്വാദ് വന്നതിന് വലഖദ് വസ്വൽന എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തത് വേർതിരിക്കാം എന്നാണ്. വേർതിരിക്കാം ഇവിടെ ഒരു 4 ഉദാഹരണങ്ങൾ. സൂദുൻ, അൽയൗം, യമീനിൻ, അലൈക്ക്, ഇങ്ങനെ 4 ഉദാഹരണങ്ങൾ. ഇതിലിവിടെ മദ് അസ്ലി ഈ ഭാഗത്തേക്ക് എഴുതുക, പിന്നെ മദ് ലീന് ഈ ഭാഗത്തേക്ക് എഴുതുക. മദ് അസ്ലി എന്ന് പറഞ്ഞാൽ സാധാരണ ഫത്തഹ്, കസ്ർ, ലൊമ്മ ഈ ഹർക്കത്തുകൾ നീട്ടുന്നതാണ് അല്ലേ. ഇവിടെ ഒരു ലൊമ്മായ ഹർക്കത്ത് അതിനെ വാവ് കൊണ്ട് നീട്ടി, അപ്പോൾ അത് മദ് അസ്ലിയിലാണ് വരിക. സൂദുൻ, സൂദ് അങ്ങനെ പറയാം. ഇനി അല്യൗമ നോക്കൂ. അല്യൗമിൽ മാറ്റമുണ്ട് അല്ലേ. നമ്മൾ മുമ്പ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഫത്തഹിന് ശേഷം ലീനിൻ്റെ അക്ഷരത്തിന് സുക്കൂന് വന്നാൽ എന്താ, ലീനിൻ്റെ അക്ഷരം വാവ് യാ ആണ് എന്ന് മനസ്സിലാക്കുക. വാവ് പിന്നെ യാ, അത് ഫത്തഹിന് ശേഷം വരണം, അതാണ് പ്രധാനം. സുക്കൂനായിട്ട് വന്നാൽ അവിടെ ലീനിൻ്റെ മദ്ദാണ് വരിക. അപ്പോൾ അല്യൗം എന്നുള്ളത് ലീനാണ് വരിക. എന്താ അൽഇയ ഫത്തഹ് വന്നു, അതിന് ശേഷം സുക്കൂനുള്ള വാവ് വന്നു, കണ്ടില്ലേ, അല്യൗമ, അവിടെ ലീനായിട്ട് തന്നെ വരിക. പിന്നെ യമീനിൻ അവിടെ അങ്ങനെയൊന്നുമില്ല, സുക്കൂനൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കറിയാം ഈ കസറിനെ യാ കൊണ്ട് നീട്ടി, അപ്പോൾ അത് സാദാ പിന്നെ മദ് അസ്ലിയിലാണ് വരിക, യമീനിൻ. ഇനി അലൈക്ക നോക്കൂ. അലൈക്കരത ഫത്തഹ്, അതിന് ശേഷം യാന് സുക്കൂന് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ മദ് ലീനാണ് വരിക. അലൈക്ക് എന്നുള്ളിടത്ത് എന്താ ഫത്തഹ് ശേഷം സുക്കൂന് യാ, കണ്ടില്ലേ, യാ ഇതാ അലൈക്ക. അപ്പോൾ സൂദുൻ യമീനിൻ എന്നുള്ളത് മദ് അസ്ലിയിലും അല്യൗമ അലൈക്ക എന്നുള്ളത് മദ് ലീനിലുമാണ് വരുന്നത്. ഇനി അടുത്ത 4ാമത്തെ ആക്ടിവിറ്റിയോട് കൊടുത്തിട്ടുള്ളത് നിയമങ്ങളും അക്ഷരങ്ങളും കണ്ടെത്താം എന്നാണ്. നിയമങ്ങളും അക്ഷരങ്ങളും കണ്ടെത്താം. ഇവിടെ താഴെ ഒരു 4 ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നിയമങ്ങൾ ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്. അതിലേതാണോ ആ നിയമം, കറക്റ്റ് നിയമം ഏതാണെങ്കിൽ അതൊന്ന് ശരിയിട്ട് കൊടുക്കുക. പിന്നെ ആ നിയമവുമായി ബന്ധപ്പെടുത്തി വന്ന അക്ഷരം ഏതാണെങ്കിൽ ആ അക്ഷരം ഇവിടെ എഴുതുക. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കി വെക്കുക. അതിൽ ഒന്നാമത്തത് അലൈഹി മിനസ്സമായി എന്നാണ്. അലൈഹി മിനസ്സമായി, ഇദ്ഗാമ്, ഇൽഹാർ, ഇതാണ് ഇവിടെ നിയമങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, പിന്നെ ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷമുള്ള വിധികളാണല്ലോ നമ്മൾ പഠിക്കുന്നത്. സുക്കൂനുള്ള മീമിന് ശേഷം അവിടെ ഏത് മീമ് വന്നാൽ, സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വന്നാൽ അവിടുത്തെ നിയമം ഏതാണ്, ഇദ്ഗാമാണ്. ഇദ്ഗാം.
ഇനി അതേപോലെ തന്നെ സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ അവിടെ ഏതാണ് ഇഖ്ഫ ആണ് നിയമം. അപ്പോൾ 2 അക്ഷരം മീമും ബാവും കഴിഞ്ഞു. പിന്നെ സുക്കൂനുള്ള മീമിന് ശേഷം ബാക്കി 26 അക്ഷരങ്ങൾ വന്നാലും അവിടുത്തെ നിയമം ഇൽഹാറാണ്. ഈ കാര്യം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ അലൈഹിം സുക്കൂനുള്ള മീമത അല്ലേ, അതിന് ശേഷം മീമന്നെയാണ് വന്നത്. സുക്കൂനുള്ള മീമിന് ശേഷം മീമന്നെ വന്നാൽ അവിടുത്തെ നിയമം ഇദ്ഗാമാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇദ്ഗാം അവിടെ ശരിയിട്ട് കൊടുക്കുക. പിന്നെ മീമന്നെ ഉള്ളൂ അക്ഷരം, അതുകൊണ്ട് അവിടെ മീം എന്ന് എഴുതി കൊടുത്താൽ മതി, വേറെ അക്ഷരങ്ങളൊന്നും ഇല്ലല്ലോ. ഇനി രണ്ടാമത്തെ എന്താ, ഇന്നി ലക്കും റസൂലുൻ അമീൻ എന്നാണ്. ഇപ്പോൾ സാക്കിനായ മീം നമ്മൾ ആദ്യം തിരഞ്ഞു നോക്കുക. സാക്കിനായ മീം ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. അതിന് ശേഷം റാ ആണ് വന്നിട്ടുള്ളത്. സാക്കിനായ മീമിന് ശേഷം റാ വന്നാൽ ഏതാണ്, മീമിന് ശേഷം മീം വന്ന ഇദ്ഗാം, മീമിന് ശേഷം ബാ വന്ന ഇഖ്ഫാ, പിന്നെ ബാക്കി 26 അക്ഷരം വന്നാലും ഇൽഹാറാണ്. അപ്പോൾ റാ ബാക്കി 26 അക്ഷരങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ അത് ഇൽഹാറാണ് അതിൻ്റെ എന്ത് ശരിയായ നിയമം. അവിടെ ആ അക്ഷരം റാ എന്ന് എഴുതി കൊടുക്കാം. ഇനി മൂന്നാമത്തെ എന്താ, ലഖദ് വഇദ്ന എന്നാണ്. ലഖദ് വഇദ്ന ഇത് കൽക്കലത്തും ഇസ്തിലാഉമാണ്. അപ്പോൾ കൽക്കലത്തിൻ്റെ ഇസ്തിലാഇൻ്റെ അക്ഷരങ്ങൾ നിങ്ങൾക്കറിയോ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? കുത്തുബജതാണല്ല, ഖാഫ്, ത്വാ, ബാ, ജീം, ദാൽ. ഇതിലേതെങ്കിലും അക്ഷരങ്ങൾക്ക് സുക്കൂന് വന്നാൽ അവിടെ കൽക്കലത്തുണ്ടാവും. ഇവിടെ എന്താ ലഖദ് അതിലും വന്നിട്ടുണ്ട്, ഇവിടെ വഇദ് അവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ദാലിന് സുക്കൂൻ അങ്ങനെ കണ്ടുപോകുന്നത് വേണമെങ്കിൽ നമുക്ക് കൽക്കലത്ത് ശരിയിടാം. ഇനി ഇവിടെ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ കാഫ് കൂടി ഉണ്ട് അല്ലേ. കാഫ് പറഞ്ഞാൽ പിന്നെ ഇസ്തിലാൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. ഹുസ്വ ലിഗത്തിൻ ഖിൽ ആ അക്ഷരങ്ങളാണ്. അപ്പോൾ അതിൽ കാഫുണ്ട്. അപ്പോൾ ഇവിടെ ഇസ്തില ഇട്ടാലും ശരി തന്നെയാണ് എന്നർത്ഥം. മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഈ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് സുക്കൂന് വന്നാൽ അത് കൽക്കലത്തിൻ്റെ നിയമത്തിലാണ് വരിക. ഇവിടെ ദാലുണ്ട്, ദാലിന് സുക്കൂന് വന്നതുകൊണ്ട് കൽക്കലത്തെ നമുക്കിടാം. പിന്നെ ഹുസ്സ ലിഗത്തിൻ ഖിൽ അതൊരു വാക്കായിട്ടാണ്, നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. പുസ്തകത്തിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ടല്ലോ. ആ 7 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ അത് ഇസ്തീല ആയിട്ടും കൂട്ടാം. ഇവിടെ കാഫ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇസ്തീലയും വേണമെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്യാം. അപ്പോൾ കൽക്കലത്താണെങ്കിൽ ഇവിടെ ദാലാണ്, ഇസ്തീല ആണെങ്കിൽ ഖാഫാണെന്ന് മനസ്സിലാക്കുക. ഇനി നാലാമത്തത് ഇലൈഹി തുഖ്ലബൂൻ എന്നാണ്. ഇവിടെ തർക്കീക്കും ഇസ്തീല ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തർക്കീക്ക് ഏതായാലും അല്ല, കാരണം ഇവിടെ റാ ഇല്ല. തർക്കീക്ക് പറഞ്ഞ റായിനും അതേപോലെ ജലാലത്തിൻ്റെ ഇസ്മിലെ ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹ്, അത് രണ്ടും വരണമല്ലോ. അപ്പോൾ ഇലൈഹി തുഖ്ലബൂ എന്നുള്ളിടത്ത് അത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് തർക്കീക്കല്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ ഖാഫ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹുസ്സലിഖ്തിൻ ഖിലിലെ ഖാഫ് ഉണ്ടായത് കൊണ്ട് അത് ഇസ്തീല ആണെന്ന് ഉറപ്പിക്കുക. ഇസ്തീല അക്ഷരം ഖാഫ്. അപ്പോൾ അതിങ്ങനെ ആൻസർ ചെയ്യാം. ഇനി അടുത്തത് 5ാമത്തെ ആക്ടിവിറ്റി, അക്ഷരങ്ങൾ എഴുതാം എന്നാണ്. അക്ഷരങ്ങൾ എഴുതാം. എന്തിൻ്റെയൊക്കെ അക്ഷരങ്ങൾ എഴുതേണ്ടത്? ഒന്ന് ഹുറൂഫുൽ മദ്ദാണ്. മദ്ദിൻ്റെ അക്ഷരങ്ങൾ സിമ്പിളാണ്. അലിഫ്, വാവ്, യാ അല്ലേ. അലിഫ്, വാവ്, യാ ഇതാണ് മദ്ദിൻ്റെ അക്ഷരങ്ങൾ. ഇനി 2 ഹുറൂഫുൽ ലീൻ. ലീനിൻ്റെ അക്ഷരങ്ങൾ 2 വാവും യാവും. ഈ സാധാരണ വാവും യാവും അല്ല, അത് മനസ്സിലാക്കേണ്ടത് ഫത്തഹിന് ശേഷം വരുന്നതാണ് എന്ന് മനസ്സിലാക്കണം. ഫത്തഹിന് ശേഷം സുക്കൂനായി വരുന്ന വാവും യാവുമാണ് ലീനിൻ്റെ അക്ഷരങ്ങളായിട്ട് വരിക. പിന്നെ 3ാമത്തത് ഹുറൂഫുൽ ഖൽഖലത്ത് ഞാൻ നേരത്തെ പറഞ്ഞു. ഖാഫ്, ത്വാ, ബാ, ജീം, ദാൽ ഇതൊക്കെയാണ് ഖൽഖലത്തിൻ്റെ അക്ഷരങ്ങൾ. പെട്ടെന്ന് മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഖുത്ബ് ജദ് എന്നൊരു വാക്കാക്കിയിട്ട് പഠിച്ചാൽ എന്ത് ചെയ്യുക, അത് പുസ്തകത്തിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ പഠിച്ചാൽ നമുക്ക് അതിൻ്റെ അക്ഷരങ്ങൾ പെട്ടെന്ന് മനസ്സിൽ നിൽക്കും ഇൻഷാ അല്ലാഹ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നിങ്ങളുടെ മദ്രസ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.